കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദില്ലി രാംലീല മൈതാനിയിൽ നടന്നത്. 30 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ റാലിയിൽ അണിനിരന്നു. വിഷ്ണു തലവൂർ വിശദാംശങ്ങളുമായി ചേർന്നു. വിഷ്ണു, കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കുമെതിരായ ശക്തമായ പ്രതിഷേധമാണ് രാംലീല മൈതാനിയിൽ കാണാൻ സാധിച്ചത്. 30ഓളം വരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ റാലിയിൽ അണിനിരന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ആര്യ, തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് രാംലീല മൈതാനിയിൽ അരങ്ങേറിയത്. മോദി സർക്കാരിനും ബി.ജെ.പിക്കുമെതിരെയുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയൊരു ശക്തി പ്രകടനം കൂടിയാണ് ഇന്ന് രാംലീല മൈതാനിയിൽ നടന്നത്. ഏകദേശം 30ഓളം പ്രതിപക്ഷ പാർട്ടികൾ ഇന്നത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അടക്കം ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കുകയും കെജ്രിവാളിന്റെ സന്ദേശം എന്ന സുനിത കെജ്രിവാൾ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വായിക്കുകയും ചെയ്തു. ഇന്ന് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ബി.ജെ.പിയെ തോൽപ്പിക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം രാജ്യത്തെ രക്ഷിക്കാൻ ബി.ജെ.പിയെ തോൽപ്പിക്കുക തന്നെ വേണം. മോദി സർക്കാരിനെ പുറത്തിറക്കിയാൽ മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നതാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധിയും സമാന അഭിപ്രായം തന്നെയാണ് ഇന്നത്തെ റാലിയിൽ അഭിപ്രായപ്പെട്ടത്. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, ശരത് പവാർ, ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇന്നത്തെ റാലിയിൽ പങ്കെടുത്തിരുന്നു. ആര്യ, ശരി, വ്യക്തമാണ്. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.